ചില ആളുകളുണ്ട് വലിയ ഉസ്താദുമാരൊക്കെ വീടിരിക്കലും വിളിക്കും, തങ്ങന്മാരൊക്കെ വിളിക്കും, പെറ്റ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവാക്ക? ഉമ്മാനെ വിളിച്ചിട്ടുണ്ടാവില്ല. അല്ലോ 10-16 കൊല്ലം ഉമ്മയോട് മിണ്ടാതെ നടന്നിട്ട് ഒരുത്തൻ അമ്മായിമ്മയും അമ്മോഷനൊക്കെ വിളിച്ച് ഒരു വീടുദ്ഘാടനം നടന്നു നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയത്തെ ഉസ്താദ് ചോദിക്കുകയാണ്, ഈ ആചാര്യ വയസ്സായ മനുഷ്യനോട്, നാളെപ്പങ്ങളെ മോന്റെ കുടിയിരിക്കലല്ലേ? വാപ്പ അറിയൂല, ഉമ്മ അത്രയും അറിയൂല. അപ്പൊ ഇയാള് ചെന്നിട്ട് ഈ ഉമ്മയോട് പറഞ്ഞ, നിന്റെ മോന്റെ കുടിയിരിക്കലാണ് ഇത്ര സുബീ. അവസാനം ഈ ഉമ്മ പറയാണ്, ഇത്ര സുബീക്ക് നമുക്ക് പോകണ്ട. അപ്പൊ ഇയാള് പറയും, നീ പോയാൽ നിന്നെ അടിച്ചാട്ടും ഉമ്മയോടെ ഭാര്യയോട്. ഈ ഉമ്മ ഉറങ്ങോ? ഉമ്മ അപ്പഴാ അറിയുന്നത്. ഒരു ഇലയുടെ ശബ്ദം കേട്ടാലേ അപ്പ ഈ ഉമ്മ വന്ന് ജനാതിൽ തുറക്കത്ര അയൽവാസികളോട് പറയാം, ഈ ഉമ്മ ഉറങ്ങോ? ജനവാതിൽ നിന്ന് തുറന്നിട്ട് എന്റെ മോനെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകാൻ വരും. ഈ ഉമ്മ വയസ്സായ തന്ന. അങ്ങനെ സുബഹിബാങ്ക് വിളിക്കുന്നത് വരെ ഈ ഉമ്മ മുന്നില്ല, ഉമ്മാനെ വിളിച്ചതുമില്ല. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാളും വരാന്തിരിക്കുമ്പോ ആ നാട്ടുകാരി ഇറച്ചിയും പൊറാട്ടിയൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ പോകുമ്പോ നാട്ടുകാരി ചോദിച്ചു, മോന്റെ കുടിക്കലല്ലേ? നിങ്ങൾ പറയണം, എന്തായിരിക്കും ഉമ്മയുടെ വേദന?